അപ്പോൾ ഇന്ന് നമുക്ക് ഒണിയൻ ഷാമ്പു എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ഒണിയൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒറിജിനൽ സബോള എടുത്തിട്ട് നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എത്ര പെർസെൻറ്റേജ് ആണോ വാട്ടർ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ 200 ഗ്രാമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 92 ഗ്രാം വാട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഷാമ്പുവിന് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ വേണം, പിന്നെ സർഫക്റ്റൻറ്റ്, അതായത് ചെളിയും അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലും അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ നിന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്ന കണ്ടീഷനിങ് എഫക്റ്റുള്ള സാധനങ്ങളും വേണം. അതും നമുക്ക് നാച്ചുറലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഗ്ലിസറിൻ, അതുപോലെ ഒലീവിയൻ 300, അത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നതാണ്. പിന്നെ ഗുവാർ ഗം പ്രത്യേകതയുണ്ട്, കാറ്റയോണിക് ഗുവാർ ഗം സാധാരണയായിട്ടുള്ളതല്ല. ഇതും ഈ പറഞ്ഞ മാതിരി ഒരു കണ്ടീഷനിങ് എഫക്റ്റ്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗുവാർ ഗമാണ്. അതുകൊണ്ടാണ് അത് ഹെയറിന് നല്ല ഒരു ടെക്സ്ചറൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാനിതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തത് ഫിനോക്സി എത്തനോളാണ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തത്. കാരണം നാച്ചുറലായിട്ടുള്ള നമ്മുടെ ജിയോഗാർഡ് ECT ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ pHൽ ഭയങ്കരമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫിനോക്സി എത്തനോൾ നമുക്ക് അധികം അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ SCI പൗഡർ ആണ് ഞാൻ അധികം ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ pHൽ വലിയ വേരിയേഷനൊന്നും വന്നില്ല. കൊക്കോ ഗ്ലൂക്കോസൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരും, എന്ത് വരും, pHൽ വേരിയേഷൻ വരും. അപ്പോൾ വാട്ടർ ബേസാണ് ഫസ്റ്റ് ബേസ്. അതിനിപ്പോൾ എടുത്തത് അലോവേറ ജ്യൂസും പിന്നെ വാട്ടറും കൂടി. അപ്പോൾ വാട്ടറിൽ ഞാൻ എന്നിട്ട് കാറ്റോണിക് ഗുവാർഗം മിക്സ് ചെയ്ത് വെച്ചു. ഇതാണ് കാറ്റോണിക് ഗുവാർഗം എന്ന് പറയുന്നത്. ഇത് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് കുറച്ച് നേരം അത് വെക്കണം, എന്നാലേ അത് തിക്കൺ ചെയ്ത് വരുള്ളൂ. ഞാൻ 0.20 വളരെ കുറവ് മതി. കാരണം നമുക്ക് ഒലീവിയം 300ഉം അതുപോലെ SSC പൗഡറും ഡിസൈൽ ഗ്ലൂക്കോസൈഡും ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിക്കനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളധികം ഗുവാർഗം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഗമ്മിന് പകരം നമുക്ക് സാന്താൻ ഗം, സോള ഗം അങ്ങനെയുള്ള നാച്ചുറൽ ഗംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് സർഫക്റ്റൻ്റ് ബേസ് നമുക്ക് അളന്നെടുക്കാം. അതിനിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് SCI പൗഡറാണ്, സോഡിയം കൊക്കോ എസിറ്റനേറ്റ് എന്ന് പറയുന്ന ആ പൗഡറാണ് ഇടുന്നത്. പിന്നീട് ഡെസൈൽ ഗ്ലൂക്കോസൈഡ്, പിന്നെ CAPB. ഇതിൽ CAPB ആണ് നമ്മുടെ ഒരു പത തരുന്ന സാധനം. എല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്, നോൺ അയോണിക് ആണ്, അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണത്. ഇതാണ് ഡെസൈൽ ഗ്ലൂക്കോസൈഡ്. CAPB എന്ന് പറയുന്നത് ഇത് ഒരു കോ സർഫക്റ്റൻ്റ് ആണ്. അതായത് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് മെയിനായിട്ട് മെയിനായിട്ട് സർഫക്റ്റൻ്റ് ഒന്നെങ്കിൽ SCI പൗഡർ അല്ലെങ്കിൽ ഡെസൈൽ ഗ്ലൂക്കോസൈഡ് അതിൻ്റെ ഒപ്പം ചേർക്കേണ്ടതാണ് ഈ CAPB എന്ന് പറയുന്നത്. അതൊരു തിക്കൺ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, SCI പൗഡർ എടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആവണം. നമ്മൾ മുഖവും മൂക്കൊക്കെ കവർ ചെയ്തിട്ട് വേണം, കാരണം ഭയങ്കര ഫൈൻ പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു വേറൊരു ജാറിലേക്ക് പകർത്തിയിട്ട് ഇനി ഇത് രണ്ടും നമ്മളൊരു വാട്ടർ ബേസിൽ വെച്ചിട്ട് നമ്മളിത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സർഫക്റ്റൻ്റ് ഉണ്ടല്ലോ, SCI പൗഡറും ഡെസൈൽ ഗ്ലൂക്കോസൈഡും ഇത് നന്നായിട്ട് മെൽറ്റ് ആവണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൽ ആ ഒരു ഇത് കട്ടയായിട്ട് അതിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊരു വാട്ടർ പോലെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാവുമ്പോൾ മാത്രമേ നമ്മളത് ആഡ് ചെയ്തിട്ട് ഇളക്കി പിന്നീട് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ സർഫക്റ്റൻറ്റിലേക്ക് ഈ വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പതുക്കെ നമ്മളത് മിക്സ് ചെയ്ത് നമ്മളത് എടുക്കണം. അത് ഈ മിക്സ് ചെയ്യലെന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ആദ്യം അത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സായി വരില്ല. പതുക്കെ ഇളക്കണം. വേറെ എന്തെങ്കിലും വെച്ച് നമ്മൾ മിക്സറൊക്കെ വെച്ച് മിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫോം ചെയ്യും അത്. പിന്നെ അതിൻ്റെ ഫോം പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലത്തെ ഒരു കളറിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള കാരണം അത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവിയം 300, അതുപോലെ ഗ്ലിസറിൻ, പിന്നെ എസെൻഷ്യൽ ഓയിൽ, അതുപോലെ നമ്മുടെ പ്രിസർവേറ്റീവ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യുന്നതിനേക്കാൾ ഫിനോക്സി എത്തനോളിൻ്റെ pH റേഞ്ച് 10 വരെ
അതായത് 5 മുതൽ 10 വരെയുള്ള ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ pH ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 5.6 6ൻ്റെ ഇടയിലാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ഫിനോക്സിയത്തനോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ മഞ്ചിഷ്ട വെച്ച് ഉപയോഗിച്ച ഗ്ലിസറേറ്റ്, അതായത് ഗ്ലിസറിനിൽ മഞ്ചിഷ്ടയുടെ പൗഡർ ഇട്ടിട്ട് എടുത്ത ഗ്ലിസറേറ്റാണ് ഞാനിതിൽ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു കളർ അതിന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കളറൊന്നും വേണ്ടെങ്കിൽ സാധാരണ ഗ്ലിസറിൻ തന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഗ്ലിസറിൻ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഗ്ലിസറേറ്റ് കളറുള്ള എന്തെങ്കിലുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനു മുൻപ്, അതായത് ഈ ഗ്ലിസറിൻ ചേർക്കുന്നതിനേക്കാളും മുൻപ് ഒലീവിയം 300 അല്ലെങ്കിൽ പോളികന്റേണി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നാച്ചുറൽ അല്ല, അതായാലും മതി. കണ്ടീഷനിങ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഗ്ലിസറേറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. PQ7, ഓക്കെ, പോളികന്റേണി എന്ന് പറയുന്ന PQ7. ഒലീവിയം 300 നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത്തിരി കോസ്റ്റ്ലി ആണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് PQ7 നിങ്ങളോട് അഡ്വൈസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ കളർ ചേർത്തതിന് ശേഷം ഞാൻ ഒലീവിയം 300 മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റില്ല നമുക്ക് ആ കളർ കൊണ്ട്. ഇതാണ് ഒലീവിയം 300. ഒലീവിയം 300 ഒരു കണ്ടീഷനിങ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ്. ഇതൊരു എമൽസിഫയറും കൂടിയാണ്. പക്ഷേ നമുക്ക് ഇതിന് അധികം ഓയിലൊന്നും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഞാനിതിൽ ഈ ഷാമ്പൂവിൽ ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനി എസൻഷ്യൽ ഓയിൽ, അതുപോലെ പ്രിസർവേറ്റീവ് എല്ലാം. ഇനി ഇതെല്ലാം അളന്നെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് pH ടെസ്റ്റിംഗ് ആണ്. അതിന് ഞാൻ 1 ഗ്രാം ഷാമ്പൂ എടുത്തിട്ട് അതിലേക്ക് 9 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് pH ടെസ്റ്റ് ചെയ്തു. എല്ലാം ഓക്കെ ആയിരുന്നു. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഞാനിതിൽ SCCI പൗഡറും ആണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെസിൽ ഗ്ലൂക്കോസൈഡും ക്യാബും അത്രയും അങ്ങോട്ട് pHൽ വേരിയേഷനൊന്നും കൊണ്ടുവരില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു 5.66ൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോമൊക്കെ എത്ര വരുന്നുണ്ട്, പതയുന്നുണ്ടോ, കുറച്ചൊക്കെ പത വേണമായിരുന്നു വെച്ചാൽ നമുക്ക് തലയിൽ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് നല്ലൊരു ബോട്ടിലേക്ക് പകർത്തി നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ക്വാണ്ടിറ്റി ഒന്നും അധികം വേണ്ട. തലയിൽ നിറയെ എണ്ണ തേക്കാതെ ആവശ്യത്തിന് ഹെയർ പാക്ക് അല്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രം എണ്ണ തേച്ചിട്ട് നമ്മൾ വളരെ കുറവ് ക്വാണ്ടിറ്റി ഷാമ്പൂ എടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം.